നമസ്കാരം. നമ്മൾ അങ്ങനെ ഇനി ഡേ 1 ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് 2025 മുഴുവൻ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്തിട്ട് മാറ്റാം. നിങ്ങൾക്ക് അതായത് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരാകണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും CBSE സിലബസ് പഠിച്ച് ആകണമെന്നില്ല. അപ്പം മലയാളം മീഡിയം പഠിച്ചവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ എത്രമാത്രം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു തരാൻ പറ്റുന്നോ അത്രയും ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്താകും, നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ഹാളിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അതിന് സിമ്പിളായിട്ട് ആൻസർ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് കഴിയണം അല്ലേ. നമ്മളങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നിന്നാൽ നടക്കില്ല. അപ്പം നമ്മുടെ നാടൻ്റെതായിട്ടുള്ള ഭാഷയിൽ നമ്മൾ നാച്ചുറലായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് 10 മാർക്ക് നമുക്ക് ജോലി, അതാണ് ആവശ്യം അല്ലേ. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എടുക്കുന്നതിൽ എന്തെങ്കിലും മോശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ വിവരങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ ഡേ 1 ഡേ 2 വന്നിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ പുതിയ SSCERT ഹോട്ട് ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷും പൊക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ ഒരു 10 മണിക്ക് നമുക്ക് GK ഫുൾ പോർഷൻ, GK പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി, അതുപോലെ തന്നെ ബയോളജി, സയൻസ് വിഷയങ്ങളെല്ലാം കേട്ടോ. അങ്ങനെ ഡേ 1 ഡേ 2 വന്നിട്ട് അത് പൊക്കോട്ടെ. പുതിയ SSCERT ആണ് കേട്ടോ. അതേപോലെ വൈകിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് ഇംഗ്ലീഷിൻ്റെയും ക്ലാസ് തരാം. അപ്പോൾ നല്ല മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും കേട്ടോ. നമുക്കെന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. 2025 നമുക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് എസ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക് ഓർ ഡൊണേഷൻസ് ഓഫ് മണി. അപ്പൊ ഇതിനെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു വാക്കിൽ വരുന്നതാണ് അല്ലേ. ആ ഒരു സബ്ജക്റ്റിൽ ഒരു സിലബസിൽ വരുന്നതാണ് ഇത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. എ പേഴ്സൺ who helps others especially through charitable work or donations of money. എന്താ അതിന്റെ അർത്ഥം? അതായത് സമൂഹത്തിന് അല്ലെ, ഒരു സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിപ്പോ ഒരു പണത്തിന്റെ പേരിലാകാം, അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ പേരിലാകാം, അല്ലെങ്കിൽ ഒരു സഹായത്തിന്റെ പേരിൽ അല്ലെ എന്നിവ നൽകുന്ന ആളിനെ എന്താണ് പറയുന്നത് അല്ലെ. ഒന്നില്ലെങ്കിൽ ഡൊണേഷൻ ഓഫ് മണി അല്ലെ, മണി, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ അല്ലെ, ഒരു പണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു സേവനം നൽകുക, അല്ലെങ്കിൽ ഒരു സഹായം നൽകുക, അതിന്റെ പേരിലൊക്കെ സഹായം ചെയ്യുന്നതിനെ പറയുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഫിലാന്ത്രോപ്പിസ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ എടുത്തു തരാം കേട്ടോ. അപ്പൊ എങ്കിൽ ഒപ്റ്റിമിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമിസ്റ്റ് പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും എന്തുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ, എനിക്ക് ഇനി അപ്പൊ അടുത്ത കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എനിക്കാണ്, ഇനി ഞാൻ അടുത്ത VFAയിൽ ഇന്ന ജില്ല, തൃശ്ശൂർ ജില്ലയിൽ ഞാൻ 1ാം റാങ്ക്കാരനാണ് എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ. ആ പ്രതീക്ഷയുള്ള വ്യക്തി ആണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മാറ്റീരിയലിസ്റ്റ് എന്താ? മാറ്റീരിയലിസ്റ്റ് വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ആളാണ് കേട്ടോ. വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ആളെ ആണ് മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പെഡന്റ് എന്താ? പെഡന്റ് ചെറിയ കാര്യങ്ങളിൽ പോലും പിടിവാശിയുള്ളവനാണ് കേട്ടോ. ചെറിയ കാര്യങ്ങളിൽ പിടിവാശിയുള്ളവൻ. അപ്പൊ 4 പഠിച്ചല്ലോ. അപ്പൊ ഒരു പണത്തിന്റെ പേരിലോ, ഒരു സേവനത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് സഹായത്തിന്റെ പേരിലോ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളെയാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രതീക്ഷയുള്ള വ്യക്തികളെ ആണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തികളെയാണ് മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും പിടിവാശിയുള്ളവനെയാണ് പെഡന്റ് എന്ന് പറയുന്നത്. From which language does the word democracy come? Democracy, ജനാധിപത്യം അല്ലെ, ഡെമോക്രസി എന്ന പദം ഏത് പദത്തിൽ നിന്നും ഉണ്ടായതാണ്, ഏത് ഭാഷയിൽ നിന്നുമാണ് അല്ലെ?
ഏത് ഭാഷയിൽ നിന്നും വന്നിട്ടുള്ളതാണ്? ഏതാണ്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. ഡെമോക്രസിയിലെ ഈ ഡെമോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കുക, ഡെമോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ഡെമോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ഇനി ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ് അർത്ഥം. അപ്പോ ഈ ജനങ്ങൾ, ഭരണം, ഈ ഡെമോ, ക്രാറ്റസ്, ഈ രണ്ട് വാക്കുകളിൽ നിന്നും, ഈ ഗ്രീക്ക് പദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഡെമോക്രസി എന്ന പദം. ഓക്കെ, ഗ്രീക്ക് ആണ് കേട്ടോ. ആഡ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. പ്ലീസ് ലെൻഡ് യുവർ ബുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ, ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് അല്ലെ, പ്ലീസ് ലെൻഡ് യുവർ ബുക്ക് അല്ലെ, പ്ലീസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെ പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്, പ്ലീസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയ്ക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് വോണ്ട് യു എന്ന് ആയിരിക്കും. എന്താണ്? വോണ്ട് യു. ശ്രദ്ധിക്കണം കേട്ടോ. പ്ലീസ് ഉപയോഗിച്ചിട്ടുള്ള വിനീതമായ അഭ്യർത്ഥനയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് വോണ്ട് യു എന്ന് ആയിരിക്കും. Had I not seen this with my own eyes, I dash it. അല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സെന്റൻസ് കാണുമ്പോൾ ഇവിടെ എന്താണ്? ഹാഡ് എന്നാണ് അല്ലെ. ഇവിടെ ഹാഡ്, ഒരു സെന്റൻസിൽ ഇപ്പോ ഒരു ഹാഡ് എന്നുള്ള വാക്ക് കാണുന്ന സമയത്ത് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹാഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എങ്ങനെയാണ്, ഇതൊരു സെന്റൻസ്, ആദ്യം ഏത് സെന്റൻസ് ആണ് ഇത്? തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഏതാണ്? തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ സെന്റൻസ് വന്നു കഴിയുമ്പോ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്? ഹാഡ് കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുമ്പോ ഹാഡ് പ്ലസ് വുഡ് ഹാവ് അല്ലെ. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ എഴുതി തരാം. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പാർട്ടിസിപ്പിൾ എങ്ങനെയാണ്? വുഡ് ഹാവ് അല്ലെ. വുഡ് ഹാവ് കേട്ടോ. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? വുഡ് നോട്ട് ഹാവ് അല്ലെ. വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ്. കണ്ടോ? വുഡ് നോട്ട് ഹാവ് ഇവിടെ V3 ഫോം വരണം കേട്ടോ. ഇവിടെ V3 ഫോം ആയിരിക്കണം. ഇവിടെയൊക്കെ V1 ഫോം അല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ വില്ലല്ലേ വന്നിരിക്കുന്നത്? തെറ്റാണ്. ഇവിടെ ബിലീവ് V1 അല്ലേ വന്നിരിക്കുന്നത്? തെറ്റാണ്. ഇവിടെ വില്ലല്ലേ വന്നിരിക്കുന്നത്? തെറ്റാണ്. വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ്. അടുത്തത് ഹസാർഡസ് മീൻസ്. എന്താണ് ഹസാർഡസ് മീൻ പറഞ്ഞാൽ? ഡേഞ്ചറസ് ആണ് കേട്ടോ. ഹസാർഡസ് എന്ന് പറഞ്ഞാൽ അപകടകരമായത്, അപകടകരമായത് എന്ന അർത്ഥത്തിലാണ് ഹസാർഡസ് വന്നത്. ഡേഞ്ചറസ് കേട്ടോ. ഡേഞ്ചറസ്, ഹസാർഡസ്, ഡേഞ്ചറസ്. The correct word for tending to change. Tending to change എന്താണ്? ഈ ചേഞ്ചബിൾ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് വേർഡ് ഏതാണ്? ചേഞ്ചബിൾ കറക്റ്റ് വേർഡ് ബി ആണ് കേട്ടോ. CHANG, ചേഞ്ച്. പിന്നെ എന്താണ്? ഏബിൾ. അപ്പൊ ചേഞ്ചബിൾ എന്ന് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ചേഞ്ചബിൾ കറക്റ്റ് നമ്മൾ ചേഞ്ച് എന്ന് എഴുതാറില്ലേ? സാധാരണ ചേഞ്ച് CHANG ചേഞ്ച് എന്ന് എഴുതും. അതിന്റെ കൂടെ ഏബിൾ കൂടിയിട്ട് ചേർക്കുക കേട്ടോ. ഇതാണ് കറക്റ്റ് ചേഞ്ചബിൾ എന്നുള്ളത് കേട്ടോ. അടുത്തത് neither food nor water dash to be found there അല്ലേ. neither nor അല്ലേ. or പിന്നെ either or neither nor ഇങ്ങനെ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഈ നോറിന് ശേഷം ഓറിന് ശേഷം ഉള്ള വാക്കുകളായിരിക്കണം എന്തായിട്ട് എടുക്കേണ്ടത്? സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് neither nor അല്ലെ. നോറ് വന്നതിന് ശേഷം നോറിന് അടുത്തുള്ള സബ്ജക്റ്റ് ആണ് വെർബായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? വാട്ടർ അല്ലെ. വാട്ടറിന് ശേഷം ഏതാണ്? വാസ് ആണ് കേട്ടോ. ഏതാണ്? വാസ് ആണ്. വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. ആ സിംഗുലർ സബ്ജക്റ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വാസ് എന്ന സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്.
സെലക്ട് ദി കറക്റ്റ് സെന്റൻസ്. തന്നിട്ടുള്ളതിൽ കറക്റ്റ് സെന്റൻസ് ഏതാണ്? ഇപ്പോൾ കുറെ തന്നിട്ടുണ്ടല്ലേ, യു നീഡ് നോട്ട് ടു ഡു ഇറ്റ്, അങ്ങനെ യു നീഡ് വെച്ചിട്ട് കുറെ സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഇത് എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് എത്തും? എക്സാമ്പിൾ ഭയങ്കര കൺഫ്യൂഷൻ ആകും അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീഡ് നോട്ട് അല്ലേ, നീഡ് നോട്ട് പ്ലസ് ഏതായിരിക്കണം? വെർബ് ബേസ് ഫോം ആയിരിക്കണം. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇങ്ങനെ ഒരു സെന്റൻസ് കാണുന്ന സമയത്ത് നീഡ് നോട്ട്, എല്ലായിട്ടും നീഡ് നോട്ട് ഉണ്ട്. നീഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? വെർബ്. വെർബ് ഏത് ഫോം ആയിരിക്കണം? ഒരു ബേസ് ഫോം ഉള്ള സെന്റൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ അതില് ടു ഉപയോഗിക്കരുത്. അതിന് ശേഷം എന്താണ്? ടു ഉപയോഗിക്കരുത് കേട്ടോ. ആ ബേസ് ഫോം കഴിഞ്ഞ ശേഷം എന്താണ്? ടു ഉപയോഗിക്കരുത്. ശ്രദ്ധിച്ചോ? അപ്പൊ ടു വരുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്തിട്ട് ടു ഇവിടെ വന്നു, ടു വന്നു. അപ്പൊ ടു ഇല്ലാത്ത ഒരേ ഒരു സെന്റൻസേ ഉള്ളൂ സി അല്ലേ? യു നീഡ് നോട്ട് ഡു ഇറ്റ്. മനസ്സിലായോ? നീഡ് നോട്ട്, ഇതാ നീഡ് നോട്ട് വെർബിന്റെ ഏത് ഫോമാണ്? ബേസ് ഫോം ആണ്. ഡു ഡസ് ഒക്കെ എന്താണ്? ഡു ഡസ് ഒക്കെ എന്താ? ബേസ് ഫോമുകളാണ് ഇല്ലേ? ഈസ്, ആം, ആറ്, ഡു, ഡസ് ഇതൊക്കെ എന്താണ്? ബേസ് ഫോമുകൾ, വെർബിന്റെ ബേസ് ഫോമുകൾ ആണ്. അപ്പൊ ഡു വന്നില്ലേ? നീഡ് നോട്ട് പ്ലസ് വെർബിന്റെ ബേസ് ഫോം വന്നു. എന്നിട്ട് എന്ത് പാടില്ല? അതിന് പിന്നെ ആ സെന്റൻസിൽ എന്ത് പാടില്ല? ടു ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അടുത്തത് which is the word that means നോക്കിക്കോ based on what seems to be so without further or deeper investigation. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? prima facie ആണ് അല്ലേ? prima facie. ഇവിടെ നോക്കിക്കേ based on what seems to be so without further or deeper investigation അല്ലേ? അതായത് കൂടുതൽ പരിശോധന ഇല്ലാതെ, വിത്തൗട്ട് കണ്ടോ? വിത്തൗട്ട് ആണ്, വിത്തൗട്ട് ഫർദർ ഓർ ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ, കൂടുതൽ പരിശോധന ഇല്ലാതെ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, പുറമേ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ബേസ്ഡ് വാട്ട് സീംസ് ടു ബി, പുറമേ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ എന്ത് വേണ്ട? കൂടുതൽ പരിശോധന ഇല്ലാതെ, പുറമേ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ, പ്രൈമ ഫേഷ്യേ, പുറമേ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ, പ്രൈമ ഫേഷ്യേ, അല്ലെങ്കിൽ കൂടുതൽ പരിശോധന ഇല്ലാതെ, പുറമേ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ, പ്രൈമ ഫേഷ്യേ. അടുത്തത് ട്രാൻസ്ഫോം ദി ഗിവൺ സെന്റൻസസ് വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് മീനിങ്. ഓ ദാറ്റ് ഐ വർ യങ് അഗെയിൻ. ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ഈ സെന്റൻസിനെ എന്ത് ചെയ്യണം? കറക്റ്റ് അർത്ഥത്തിൽ വരുന്ന രീതിയിൽ സെന്റൻസിനെ ട്രാൻസ്ഫർമേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓ ദാറ്റ് ഐ വോർ യങ് അഗെയിൻ എന്നിട്ടൊരു എക്സ്ക്ലമേഷൻ മാർക്കും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് എങ്ങനെയാണ്? ഓ ദാറ്റ് എന്നത് എന്താണ്? ഓ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആഗ്രഹത്തെയാണ് അല്ലെ? ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ്, ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ് ഓ ദാറ്റ് എന്നത് കേട്ടോ. അപ്പൊ അതിന് സമാനമായിട്ടുള്ള രൂപമായിരിക്കണം. ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ആ ഓ ദാറ്റ് എന്നുള്ള സെന്റൻസ് ഈ ABCD ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഓ ദാറ്റ് ശ്രദ്ധിക്കണം മക്കളെ, ഒന്ന് ശ്രദ്ധിക്കടാ. ഓ ദാറ്റ് എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഓ ദാറ്റ്. അപ്പൊ താഴെ നമ്മൾ ഒരു സെന്റൻസ് അർത്ഥവത്തായ രൂപത്തിൽ മാറ്റുന്ന സമയത്ത് ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കും ഉണ്ടായിരിക്കണം. ആ വാക്കാണ് ഐ വിഷ് ദാറ്റ്. കണ്ടോ? ഐ വിഷ് ദാറ്റ് ഐ വർ യങ് അഗെയിൻ. ഓക്കെ ആണോ? ഐ വിഷ് ദാറ്റ് കേട്ടോ. ഐ വിഷ് ഐ വാസ് യങ് അഗെയിൻ ഒരിക്കലും പറയില്ല. ഐ വേർ വാസ് രൂപം ഉപയോഗിക്കാൻ പാടില്ല. പാസ്റ്റ് ഫോം ആയിട്ടുള്ള വേർ. ഓക്കെ, വാസ് ഐന്റെ കൂടെ എങ്ങനെയാ? ഐ വേർ അല്ലേ യൂസ് ചെയ്യുക? ഐ വേർ യങ് അഗെയിൻ. ഐ വിഷ് ദാറ്റ് ഐ വേർ യങ് അഗെയിൻ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് കറക്റ്റ് സെന്റൻസ് കേട്ടോ. ഓ ദാറ്റ് എന്ന സെന്റൻസ് ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ നമ്മൾ അതേ അർത്ഥത്തിൽ വരുന്ന സെന്റൻസ് ആൻസർ ആയിട്ട് ഉണ്ടാകണം. അതിനാണ് ഐ വിഷ് ദാറ്റ്. ഐ വിഷ് ദാറ്റ് എന്താണ്? ഐ വേർ അല്ലേ? ഐ വേർ യങ് അഗെയിൻ. എങ്ങനെയുണ്ട് 10 ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്? ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നാൽ മതിയല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ഡെയിലി നമുക്ക് ഈവനിങ് എന്ത് ചെയ്യാം, വൈകുന്നേരം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ ഡെയിലി ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്ത് പോയാൽ നമുക്ക് എക്സാം ഹാളിൽ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞൊന്നും പഠിക്കേണ്ട കേട്ടോ. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞില്ലേ 10 ക്വസ്റ്റ്യൻ ഇടയ്ക്കെടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് ഒന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ SSCRT ഹോട്ട് ടോപ്പിക്സുകളെല്ലാം ന്യൂ SSCRTയിൽ സെലക്ട് ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക് ഏരിയകളൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരാം കേട്ടോ. മാർക്കൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.